ഇതാണ് മാങ്ങാണ്ടിയപ്പം. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മാങ്ങയുടെ സീഡ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന വളരെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്, മാത്രമല്ല കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റും ഒരു മണമൊക്കെയാണ്. നമ്മൾ ആവിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. നമ്മുടെ മാങ്ങാണ്ടിയാണ് എടുത്തിട്ടുള്ളത്, മാങ്ങയുടെ സീഡ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ കത്തി ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് പിളർന്നെടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു സീഡാണ് നമുക്ക് ഈ ഒരു അപ്പത്തിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ മുകളിൽ ഇതുപോലുള്ളൊരു ബ്രൗൺ നിറത്തിലുള്ള തൊലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ സീഡും ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാലും എല്ലാ സീഡൊന്നും നല്ലതായിരിക്കില്ല. ഇത്രയും ഞാൻ എടുത്തതിൽ നിന്നും ഒരു 5 മാംഗോ സീഡാണ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല, കാരണം ഇതിനകത്തൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ചവർപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കുറച്ച് സമയം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഊറിലെടുത്ത് കളയും. എന്നിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഊറിൽ മാറ്റുന്നതെന്ന് ഒന്ന് കാണാം. ഇപ്പോൾ അരച്ചെടുത്തത് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ടേ. ഇതിപ്പോൾ കംപ്ലീറ്റ് ആ ഒരു മാംഗോ സീഡ് പൾപ്പും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ രാവിലെയാണ് ഞാനിത് കലക്കി വെക്കുന്നത്. നമുക്ക് വൈകിട്ടത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് 2 ലെയറായിട്ട് വരും. അപ്പോൾ ആ ലെയർ മുകളിലുള്ള നമ്മൾ ഊറ്റിക്കളയണം. അങ്ങനെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ഇതിപ്പോൾ 2 മണിക്കൂറോളം കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് 2 ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ മുകളിലുള്ള ഊറിൽ നമ്മളിപ്പോൾ ഊറ്റി കളയേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മളിത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 2-3 പ്രാവശ്യം നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ വൈകുന്നേര സമയം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം കഴിഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും മുകളിൽ നന്നായിട്ട് ആ ഊറിൽ വന്ന് നിൽക്കുന്നത്. താഴെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സെറ്റിൽമെൻറ്റ് ഉള്ളത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഊറ്റി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചവർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇതിനകത്ത് ഗുണങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ ആ ഒരു ചവർപ്പ് മാത്രമാണ് ഇങ്ങനെ ഊറ്റി കളയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങാണ്ടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1 കപ്പോളം അരിപ്പൊടിയാണ്. നല്ല വറുത്തിട്ടുള്ള ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പോളം തേങ്ങയാണ്, അതും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു ഏലക്കായ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ട നമ്മുടെ മാംഗോ സീഡിൻ്റെ ആ ഒരു പൾപ്പാണ്. അപ്പോൾ ഏകദേശം ഇതൊരു 1 കപ്പോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണേ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അതിൽ തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടേ. തരിയൊന്നും ഇല്ലാണ്ട് ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നെയ്യ് തടവിയിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാടൊന്ന് തിക്കായിട്ട് ഒഴിക്കരുത്. ഒരു അരഭാഗത്തിൽ താഴെ വരുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ അപ്പം ഭയങ്കര ഹാർഡായിരിക്കും. കനം കുറച്ച് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ആവിയേറി വെന്ത് കിട്ടും കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് നമ്മുടെ അപ്പം ഉള്ളത്, കണ്ടോ. നന്നായിട്ട് അപ്പം ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ മുട്ടിപ്പിടിക്കും. എന്തറിയാമോ. അപ്പോൾ നന്നായിട്ട് തണുക്കട്ടെ, അതിന് ശേഷം ഇതിപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാവധാനത്തിലൊന്ന് വിടിയിപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കനം കുറച്ചുണ്ടാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു കനത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അപ്പം റെഡിയാണ്. നമ്മളെടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് 2 ഇതുപോലുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവും. അപ്പോൾ അത് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. പിന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും അതുപോലെ ഫേസിൻ്റെ ഗ്ലോവിനൊക്കെ ഈ മാംഗോ സീഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.